അതുകൊണ്ട് അധികം ഒരു ദിവസം ഉള്ളതുകൊണ്ട് അതിവർഷമാണ്. അതി എന്ന് പറഞ്ഞാൽ കൂടുതൽ. യാപനമോ യാത്ര ചെയ്യൽ. അതിയാപനമോ കൂടുതൽ യാത്ര ചെയ്യൻ. അധ്യാപകനോ കൂടുതൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. മാഷ് പറഞ്ഞത് മാത്രം പഠിച്ചിട്ട് ലോകം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കും. മാഷ് പറഞ്ഞതിന്റെ അപ്പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് ലോകം വളർന്നത്. ഗ്രഹാംബൽ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് ഞാൻ മെല്ലെ പറയുമ്പോ നിങ്ങൾ ഉച്ചത്ത് കേൾക്കുന്ന ഈ മൈക്രോഫോൺ ഉണ്ടായത്. അറിയണം. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് ഈ ബൾബ് കത്തുന്നത്. അറിയണം. ഈ വാച്ച് കണ്ടുപിടിച്ചത്, ഈ പേന കണ്ടുപിടിച്ചത്, അല്ലേ, ഈ സിമെന്റ് കണ്ടുപിടിച്ചത്, ഈ ഫാന്, കരണ്ട്, വിമാനങ്ങളിൽ പറക്കുന്നത് റൈറ്റ് സഹോദരന്മാരെന്ന കുട്ടികൾ അതിയാപനം നടത്തിയത് കൊണ്ടല്ലേ. ലോകത്തിലുള്ള സകല നേട്ടങ്ങളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടായത് ആരൊക്കെയോ അതിയാപനം നടത്തിയത് കൊണ്ടാ. പറഞ്ഞത് മാത്രം കേട്ട് നടത്തരുതുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കും. മാഷ് പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് 1 1 2 2 1 3 എന്ന് കണക്ക് പഠിപ്പിക്കുമ്പോ ഈ കുട്ടി പറഞ്ഞു, മാഷെ ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു, 2 പുഴ 1 1 കൂടിച്ചേരുന്നു, പിന്നെ 2 പുഴ ഇല്ലാവുന്നില്ല, വലിയ പുഴയാ ഉണ്ടാവുന്നത്. അതുകൊണ്ട് 1 1 2 അല്ല, 1 1 ഇമ്മിണി വല്യൊന്ന് എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്നത്. മനസ്സിലായോ മലയാളി? കണക്ക് മാഷന്മാർ പറഞ്ഞൊന്നും കേട്ട് പോകരുത് കേട്ടോ. സത്യമല്ല. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 6. ഏത് സ്കൂളാ? തോട്ടക്കാട് സ്കൂളില് അല്ലേ? കണക്കറിയില്ലേ? 1 2 3 എണ്ണ അറിയില്ലേ? 1 ആണോ 2 ആണോ വലുത്? 2 അല്ലേ? നിന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? നീ. രണ്ടാമത്തോ? നിന്റെ അനിയൻ. ആരാ വലുത്? അപ്പൊ 1 അല്ലേ വലുത്? നീയല്ലേ 2 വലുത് എന്ന് പറഞ്ഞേ. അപ്പൊ മാഷ് പറഞ്ഞ കണക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഇനി സ്കൂൾ തുറന്നാൽ കണക്കിന്റെ മാഷോട് ചോദിക്കണം, മാഷേ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിലെത്തുമ്പോ 2 വലുത്. എന്താ അത്? ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക.